ഹലോ, ടു ഹാൻഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് എക്സാമുകൾ മുന്നിൽ വരാനുണ്ട്. VFA, ബെവ്കോ LD, അങ്ങനെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എല്ലാത്തിലും ഇംഗ്ലീഷ് ഒരു ടോപ്പിക് തന്നെയാണ്. എക്സാം ഏതോ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ ഒരു എക്സാമിന് പോയിട്ടും കാര്യമില്ല. ഈ 12 കാര്യങ്ങൾ അറിയാതെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒരു ബേസും നമുക്ക് കിട്ടില്ല. എന്തൊക്കെയാണത്? അതായത് 12 ഗോൾഡൻ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. ഈ 12 കാര്യങ്ങൾ നമ്മൾ മിനിമം പഠിച്ചിരിക്കണം. ഒരു ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഈ 12 റൂൾസ് കൃത്യമായിട്ട് അറിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണത്? ഒന്നാമത്തെ ടെൻസസ് അല്ലെ? ടെൻസസ് നമുക്കറിയാം. ടെൻസസ് എത്ര ഉണ്ട്? 3. ടെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കാലങ്ങളാണ്. നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഭാവി, വർത്തമാനം, ഭൂതം എന്നൊക്കെ പറയുന്ന പോലെ ഇത് കഴിഞ്ഞു പോയത്, നടന്നുകൊണ്ടിരിക്കുന്നത്, വരാനിരിക്കുന്നത്, അങ്ങനെ 3 കാലങ്ങൾ. അതേപോലെ ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെൻസസ്, കാലങ്ങൾ. 3 ഉണ്ട്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനം, പാസ്റ്റ് ഭൂതം, ആൻഡ് ഫ്യൂച്ചർ ഭാവി കാലം. ഈ ഓരോ ടെൻസിനും, അതായത് നമ്മൾ ഈ 3 ടെൻസസ് എന്ന് പറഞ്ഞു അല്ലെ, ഈ ഓരോ ടെൻസിനും 4 ഫോമുകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് സിമ്പിൾ, അതായത് പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ, സിമ്പിൾ ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ സിമ്പിൾ. രണ്ടാമത്തെ കണ്ടിന്യൂസ്, present continuous, past continuous, future continuous. Third one, perfect, present perfect, past perfect, future perfect. And the fourth one, perfect continuous, present perfect continuous, past perfect continuous, future perfect continuous. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞു കാലങ്ങൾ പഠിക്കണം അല്ലെ? കാലങ്ങൾ അതായത് ടെൻസസ് 3 പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ ഓരോ ടെൻസും അതിന്റെ 4 ബേസിക് ഫോംസ്. ഓരോ ടെൻസിനെയും നമ്മൾ 4 ഫോമുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇനി സബ്ജക്റ്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ മലയാളത്തിൽ അതിനെ ഏകവചനം, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകം, പ്ലൂറൽ ബഹുവചനം, ഏകവചനവും ബഹുവചനവും. ഇതൊക്കെ നമ്മൾ നൗണും അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ, അതായത് ഈ സബ്ജക്ട്സിനെ കുറിച്ച് അതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി, ഷീ, ഈച്ച്, എവരിബഡി, എക്സെട്ര. ഇനി പ്ലൂറൽ ആണെങ്കിലോ യു, ദേ, വി. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് അത് ഉപയോഗിക്കുക. ഓക്കെ. ഐ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിംഗുലർ ആണ്, പക്ഷെ അത് പ്ലൂറൽ ഫോമാറ്റിലാണ് യൂസ് ചെയ്യുക. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഇനി 4ാമത്തെ കാറ്റഗറി, അതായത് ഈ 12 ഗോൾഡൻ റൂൾസിലെ 4ാമത്തെ ഗോൾഡൻ റൂൾ എന്താണ്? ഓരോ വെർബിനും, വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്, ഡീറ്റെയിൽ ക്ലാസ് വെർബിനെ കുറിച്ചാണ്. നമ്മൾ ലാസ്റ്റ് പ്രൊനൗൺസിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞാണ് നിർത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് വെർബാണ്. അപ്പോൾ ഈ വെർബ് ഓരോ ക്രിയയ്ക്കും 3 രൂപങ്ങളുണ്ട്, 3 ഫോംസ്. വെർബിന് 3 രൂപങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ബേസ് ഫോം എന്ന് പറയും. സെക്കൻഡ് പാസ്റ്റ് ഫോം, ആൻഡ് തേർഡ് വൺ ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഓരോ വെർബിനും 3 ഫോംസ് ഉണ്ട്. ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസ് ഫോം ആണ്. അതായത് സ്പീക്ക്, ഫോർ എക്സാമ്പിൾ സ്പീക്ക്, അല്ലെങ്കിൽ എസ് ഫോം, സ്പീക്സ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എസ് ഫോംസ് ആണ് യൂസ് ചെയ്യുക വെർബിന്റെ. അപ്പൊ സ്പീക്സ്. അതുപോലെ സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം ആണെന്ന് പറഞ്ഞു അല്ലെ? സ്പോക്ക്. ആൻഡ് തേർഡ് വൺ ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അതായത് 3ാമത്തെ രൂപം, വെർബിന്റെ 3ാമത്തെ രൂപം. ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്നൊക്കെ പറയും. സെക്കൻഡ് പാസ്റ്റ് ഫോം ആണ്,
തേർഡ് വണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ വെർബിന്റെ ഈ 3 രൂപങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കുക. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വെർബിന്റെ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മാറി മാറി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 രൂപങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? ടെൻസ് ആർ 3 അല്ല, ടെൻസസ് ആർ 3. ആ ഓരോ ടെൻസിനും അതിന്റെ 4 ഫോംസ് ഉണ്ട്. പിന്നെ സബ്ജക്റ്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഏകവചനം, ബഹുവചനം. ഇനി വെർബ് അതായത് ക്രിയക്ക് 3 രൂപങ്ങളുണ്ട്. 3 രൂപത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാം. ബേസ് ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം, സെക്കൻഡ് അതായത് പാസ്റ്റ് ഫോം, ആൻഡ് തേർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഈ ബേസിക് റൂൾസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഈ ബേസിക് റൂൾസ് അനുസരിച്ചിട്ടാണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ മൊത്തം കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 12 റൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇനി ഇത് അപ്ലൈ ചെയ്യുന്ന രീതി, അതായത് ഇത് ഓരോന്നിലും എങ്ങനെയൊക്കെ മാറി വരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അഞ്ചാമത്തെ കേസ് എന്താ പറയുന്നത്? ഇൻ കണ്ടിന്യൂസ് ടെൻസ്. അതായത് ടെൻസസ് 4 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? സിമ്പിൾ ടെൻസ്, സിമ്പിൾ കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷൻ. അതിൽ ഈ കണ്ടിന്യൂസിൽ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതിൽ ING ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. വെർബിന്റെ വേറൊരു രൂപം. ഈ 3 രൂപത്തിലും പെടാത്ത വേറൊരു രൂപമാണ് ഏത്? ING ഫോം. ഓക്കെ, നമ്മളിവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറഞ്ഞില്ലേ? അതേപോലെ വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഏത്? ഈ ING എന്ന് പറയുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, ING ഫോം. ഹി ഈസ് വാക്കിംഗ്, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരെന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അഞ്ചാമത്തെ ഗോൾഡൻ റൂൾ. ഇനി ആറാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞു I എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അല്ലെ? ഈ ഐയുടെ കൂടെ എപ്പോഴും നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ആം ആണ് ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയ എന്നൊക്കെ പറയും. ഓക്കെ, സഹായക ക്രിയ ആം ആണ്. I am watching TV. I is watching എന്ന് നമ്മൾ പറയില്ല. I are watching എന്നും പറയില്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സഹായക ക്രിയയാണ് ഇത് ആം. ഓക്കെ, ഇനി അടുത്തത് ഏഴാമത്തെ സഹായക ക്രിയകൾ. ഓക്സിലറി വിത്ത് എസ്. എന്താണ് അതിന്റെ അർത്ഥം? ഓക്സിലറി വിത്ത് എസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? സഹായക ക്രിയകൾ കുറച്ചധികം പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ 12 ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണ്, ഒരു ഗ്രാമറിൽ നമ്മൾ മിനിമം പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ ഓക്സിലറി വിത്ത് എസ് എന്ന് പറഞ്ഞ് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ ഉപയോഗിക്കുന്ന സഹായക ക്രിയകൾ, അതാണ് ഓക്സിലറി വിത്ത് എസ്. അതായത് ഇസ്, ഒന്ന് ഇസ്, വാസ്, ഇതൊക്കെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്ന സഹായക ക്രിയകളാണ്. അടുത്തത് ഡസ്. എസ് ഫോമിലുകളിൽ എക്സ് ഫോമിൽ വരുന്ന ഓക്സിലറി വേർബ്സ് അല്ലെങ്കിൽ എസ് ഫോമിൽ വരുന്ന സഹായക ക്രിയകളാണ് ഇസ്, വാസ്, ഡസ്. ഓക്കെ, ഇനി എട്ടാമത്തെ റൂൾ എന്താ? ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, ഹാവ്, ഹാഡ് ഇതിന്റെ കൂടെ എപ്പോഴും നമ്മൾ തേർഡ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ V3 ഫോം, മൂന്നാമത്തെ രൂപം. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ വെർബ് ഹാസ് 3 ഫോംസ് എന്ന്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞു. അപ്പൊ തേർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ തേർഡ് ഫോം ഓഫ് ദ വെർബ് ആണ് എപ്പോഴും എന്തിന്റെ കൂടെ ഉപയോഗിക്കുക? ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ ഉപയോഗിക്കുക. ഹാസ്, അതേപോലെ ഹാവ്, അതേപോലെ ഹാഡ്. ഇതിന്റെ കൂടെ എപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുക? തേർഡ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. എപ്പോഴും അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കൂ. ഹാസ് സ്പോക്കൺ, സ്പീക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എന്ത്? സ്പോക്കൺ. ഹാവ് സങ്, സിങ്ങിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് സങ്. ഹാഡ് റിട്ടൺ, റൈറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഏത്? റിട്ടൺ. ഓക്കെ, അപ്പൊ ഈ ഹാസ്, ഹാവ്, ഹാഡ് ഇതൊക്കെ സഹായക ക്രിയകളാണ് കേട്ടോ.
ഇതെല്ലാം ഓക്സിലറി വെർബുകളാണ്. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയകളാണ്. ഈ സഹായക ക്രിയകളുടെ കൂടെ ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്ന സഹായക ക്രിയകളുടെ കൂടെ എപ്പോഴും എന്തേ വരാൻ പാടുള്ളൂ? വെർബിന്റെ തേർഡ് ഫോമേ വരാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ഇനി 9ാമത്തെ റൂൾ എന്താ? ഡു, ഡസ്, ഡിഡ്. അതേപോലെ ഡു, ഡസ്, ഡിഡ്. ഇത് കഴിഞ്ഞാല് നമ്മളിപ്പോ ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ ഓൾവേസ് യൂസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞു അല്ലെ. ആസ് ഇറ്റ് ഈസ് ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ V1 ഫോം, വെർബിന്റെ 1ാമത്തെ രൂപം അല്ലെങ്കിൽ ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോമേ ഏത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഡു, ഡസ്, ഡിഡിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൽ ഡസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. അതേപോലെ ഡിഡ് എന്ന് പറയുന്നത് ഡൂവിന്റെ പാസ്റ്റ് ഫോം ആണ്. ഡിഡ്. ഐ ഡു ദ വർക്ക് ഉണ്ടോ? ഹി ഡസ് ദ വർക്ക്. ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി ഡസ് ദ വർക്ക്. ദേ ഡിഡ് ദ വർക്ക്. അത് പാസ്റ്റ് ഫോം. ഓക്കെ, പാസ്റ്റില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും ഡിഡ് എന്ന് പറയുന്ന ഒരൊറ്റ ഫോമേ ഉള്ളൂ. പക്ഷെ പ്രസന്റിലാണെന്നുണ്ടെങ്കിൽ ഡൂവും ഡസും നമുക്ക് എന്തിന്റെ കൂടെ ഉപയോഗിക്കാം? ഡൂവും ഡസും ഉണ്ട്, 2 ഫോം ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എസ് ഫോം ഡസും, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഡു എന്ന് പറയുന്ന ഫോമും. ഇത് 3 കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? വേർബിന്റെ ഫസ്റ്റ് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ കുറച്ച് സഹായക ക്രിയകൾ താഴെ കൊടുത്തിട്ടുണ്ട്. 10ാമത്തെ ഗോൾഡൻ റൂള്. പ്രസന്റ് ടെൻസിൽ വരുന്ന സഹായക ക്രിയകളാണ് ഇസ്, ആം, ആർ. ഈസ്, ആം, ആർ. ആം എപ്പോഴും എന്തിന്റെ കൂടെ ഉപയോഗിക്കുള്ളൂ? ഐയുടെ കൂടെ അല്ലെ. ഇസ്, ആർ. ഇസ് സിംഗുലറിന്റെ കൂടെ, ആറാണെങ്കിൽ പ്ലൂറലിന്റെ കൂടെ. പിന്നെ ഡു, ഡസ് നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞു. ഡൂവും ഡസും പ്രസന്റ് ടെൻസിലുള്ള ഫോമാണ്. ഡസ് ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ, ഡു ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ. അതേപോലെ ഹാസ്, ഹാവ്, ഹാഡ് നമ്മൾ പറഞ്ഞു. ഹാസും ഹാവും, ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ഫോമാണ് ഇത് ഹാഡ്. ഹാസും ഹാവും ഹാഡും ഇത് കഴിഞ്ഞാൽ ഓൾവേസ് യൂസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. നമ്മൾ 8ാമത്തെ ഗോൾഡൻ റൂളിൽ പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ ഇസ്, ആം, ആറിന് പകരം പാസ്റ്റ് ടെൻസിൽ വരുന്നത് വാസ്. പ്രസന്റ് ടെൻസിൽ നമ്മൾ ഇസും ആമും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പാസ്റ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് വരും? വാസ്. അതേപോലെ ആറിന് ഇക്വലന്റ് ആയിട്ട് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വേർ. ഡു, ഡസ് ആണെങ്കിൽ അത് ഡിഡ് ആയിട്ട് മാറും. ഹാസ്, ഹാവ്, ഹാഡ് ആയിട്ട് മാറും. ഇനി 11th റൂൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നൗണ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പ്രൊനൗൺസ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ വർഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. ഐ, വി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ ഐ, വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ. ഇനി ഷാല്, വില്ല്, ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സഹായക ക്രിയകളാണ്. ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന സഹായക ക്രിയകളാണ് വില്ല്, ഷാലൊക്കെ. ഓക്കെ, അപ്പൊ ഐയുടെയും വിയുടെയും കൂടെ നമ്മൾ ഷാലും ഉപയോഗിക്കാം, വില്ലും ഉപയോഗിക്കാം. അതായത് നോർമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണമായിട്ട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐയുടെ കൂടെ ഷാലാണ് ഉപയോഗിക്കുക. പക്ഷെ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്തിട്ട് നിർബന്ധമായിട്ടും ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഐയുടെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വില്ല് ഉപയോഗിക്കാം. ഇപ്പൊ ഐ ഷാൽ കം എന്ന് പറഞ്ഞാല് ഞാൻ വരാന്നാണ് പറയണത്, പക്ഷെ അത് വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഐ വിൽ കം എന്ന് പറഞ്ഞാൽ അത് ഡെഫിനിറ്റ് ആണ്. അതായത് ഞാൻ എന്തായാലും വന്നിരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയാണ്. ഐ വിൽ കം, ഞാൻ എന്തായാലും വരും. ഇനി യു, ഹി, ഷീ, ദേ ഇതിന്റെ കൂടെയാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നതെങ്കിൽ നോർമലാണ്. പക്ഷെ ഷാലാണ് അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെഫിനിറ്റ് ആണ്. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഐയുടെയും വിയുടെയും കൂടെ ഷാൽ ഉപയോഗിച്ചാൽ നോർമലാണ്, വില്ല് ഉപയോഗിച്ചാൽ സ്ട്രെസ്ഡ് ആണ്. അതായത് കമ്പൽസറി അല്ലെങ്കിൽ നിർബന്ധമായിട്ടും വരും എന്നുള്ളത് നമ്മളോട് ഉറപ്പിച്ച് പറയാം.
അതേസമയം യു ഹി ഷീ ദേന്റെ കൂടെ വില്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നോർമലാണ്. പക്ഷെ ഷാലാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്ഡ് ആണ്. ഓക്കെ, ഈ 12 ഗോൾഡൻ റൂൾസ് പഠിക്കാതെ നമ്മൾ ഒരു പരീക്ഷ എഴുതാൻ പോയിട്ടും കാര്യമില്ല. അപ്പൊ ഏതൊക്കെയാണത്? ഈ 12 ഗോൾഡൻ റൂൾസ് പഠിക്കാതെ ഒരു എക്സാമിന് പോയിട്ടും കാര്യമില്ല. ഈ ഒരു ഗോൾഡൻ റൂൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രാമർ പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ടെൻസസ് ആർ 3. ടെൻസ് കാലങ്ങൾ 3 ടൈപ്പ് ഉണ്ട്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ആ ഓരോ ടെൻസിന് 4 ഫോം ഉണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഏകവചനങ്ങളും ഉണ്ട്, ബഹുവചനങ്ങളും ഉണ്ട്. ഏകവചനം ഹി, ഷീ, ഇറ്റ്, എവരിബഡി, എക്സെട്ര. ഐ, യു, ദേ, വി, ഇതൊക്കെ എന്താണ്? പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ഇനി നമ്മളെ ക്രിയ, വെർബ്. വെർബിന് 3 രൂപങ്ങളുണ്ട്: ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം, സെക്കൻഡ് പാസ്റ്റ് ഫോം, തേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇനി കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും ING ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. വെർബിന്റെ ING ഫോം ആണ് എപ്പോഴും ഉപയോഗിക്കുക. അതായത് വെർബിന്റെ കൂടെ ING. ഇപ്പൊ സിങ് ആണെങ്കിൽ സിംഗിങ്, പ്ലേ ആണെങ്കിൽ പ്ലേയിങ്, വോക്ക് ആണെങ്കിൽ വാക്കിംഗ്, റീഡ് ആണെങ്കിൽ റീഡിങ്. ഇതേപോലെയുള്ള ING ഫോം ആണ് കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും ഉണ്ടാവുക. അതിന് സഹായക ക്രിയകളായിട്ട് ഈസ്, ആം, ആറ്, വാസ്, വേർ ഇതൊക്കെ കണ്ടിന്യൂസിൽ വരുന്ന സഹായക ക്രിയകളാണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ്, പാസ്റ്റ് ഫോമിലാണെങ്കിൽ വാസ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സഹായക ക്രിയകൾ പഠിക്കുമ്പോൾ പറയാം കേട്ടോ. മനസ്സിലാക്കി വെക്കേണ്ടത് ING ഫോം ഓഫ് ദ വേർബ് ആണ് എപ്പോഴും കണ്ടിന്യൂസിൽ ഉപയോഗിക്കുക. പിന്നെ ഐയുടെ കൂടെ ഉപയോഗിക്കുന്ന സഹായക ക്രിയയാണ് ആം. അതേപോലെ ഓക്സിലറി വിത്ത് എസ്, സഹായക ക്രിയകളിൽ തന്നെ എസ്സിൽ അവസാനിക്കുന്നത് ഇസ്, വാസ്, ഡസ്. ഇതൊക്കെ സിംഗുലർ സബ്ജക്റ്റുകളാണ്. ഓക്കെ, ഇനി ഹാസ്, ഹാവ്, ഹാഡിന്റെ കൂടെ എപ്പോഴും ഓൾവേസ് യൂസ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. തേർഡ് ഫോം ഓഫ് ദ വെർബ്, വെർബിന്റെ 3ാമത്തെ രൂപം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. അതേപോലെ ഡു, ഡസ്, ഡിഡിന്റെ കൂടെ എപ്പോഴും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. ഇനി പ്രസന്റ് ടെൻസിൽ വരുന്ന സഹായക ക്രിയകളാണ് ഇസ്, ആം, ആറ്, ഡു, ഡസ്, ഹാസ്, ഹാവ്. ഇസ്, ആം പ്രസന്റിലാണെങ്കിൽ അതിന് പകരമായിട്ട് പാസ്റ്റിൽ ഉപയോഗിക്കുന്നത് വാസ്. ആറാണെങ്കിൽ വേറെ, ഡു, ഡസ് ആണെങ്കിൽ ഡിഡ്, ഹാസ്, ഹാവ് ആണെങ്കിൽ പാസ്റ്റിൽ അത് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ഇനി സബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ ആണ്, യു സെക്കൻഡ് പേഴ്സൺ ആണ്, ഹി, ഷീ, ഇറ്റ്, ദേ തേർഡ് പേഴ്സൺ ആണ്. ഇനി ഷാലിന്റെയും വില്ലിന്റെയും ഉപയോഗം. അതായത് ഐ ആൻഡ് വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് നമ്മൾ ഷാലും വില്ലും ഉപയോഗിക്കുന്നതെങ്കിൽ ഷാല് നോർമൽ ആണ്. അതായത് ഐ ഷാൽ കം, അതായത് സ്ട്രെസ് ചെയ്യാതെ ഞാൻ വരാം, വരാതിരിക്കാം. പക്ഷെ വില്ലാണ് എങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. അവിടെ ഒരു സ്ട്രെസ് ഉണ്ട്. ഐ വിൽ കം എന്ന് പറഞ്ഞാൽ എന്തായാലും വരും, ഒരു ഡെഫിനിറ്റ് ആണ്. ഇനി യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സന്റെ കൂടെയും ഹി, ഷീ, ദേ എന്നൊക്കെ പറയുന്ന തേർഡ് പേഴ്സന്റെ കൂടെയും നമ്മൾ വില്ലും ഷാലും എങ്ങനെയാണ് ഉപയോഗിക്കുക? വില്ലാണെങ്കിൽ നോർമൽ ആണ്, ഷാലാണെങ്കിൽ സ്ട്രെസ്ഡ് ആണ്. നേരെ തിരിച്ച്. ഓക്കെ, ഈ 12 റൂള് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ ഗ്രാമർ ഓൾമോസ്റ്റ് എന്തായി? കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സുമായിട്ട് അടുത്ത സെക്ഷനിൽ വരുന്നത് വരെ ബൈ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരു പുതിയ ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.